ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ തെർമോകപ്പിൾ എന്നൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ സെൻസർ ആണ് അല്ലേ. നമ്മൾ ടൈപ്സിൽ നോക്കിയിരുന്നു, തെർമിസ്റ്ററിന്റെ ടൈപ്സിൽ നമ്മൾ നോക്കിയിരുന്നു. തെർമോകപ്പിൾ എന്ന് പറയുന്നത് നമുക്കൊരു ടെമ്പറേച്ചർ സെൻസർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ നമുക്ക് തെർമോകപ്പിൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണ്, അതായത് ടെമ്പറേച്ചർ ഡിഫറൻസിനനുസരിച്ച്, അതായത് ടെമ്പറേച്ചർ ഡിഫറൻസിനെ ഒരു ഇലക്ട്രിക് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നമുക്കൊരു തെർമോകപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഏതിന്റെ ബേസിസിൽ അല്ലെങ്കിൽ എന്ത് പ്രിൻസിപ്പിളിലാണ് ഈ തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ തെർമോ ഇലക്ട്രിക് എഫക്ട് അല്ലെങ്കിൽ സീബെക്ക് എഫക്ട് എന്ന് നമുക്ക് അതിനെ പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി തെർമോ ഇലക്ട്രിക് എഫക്ട് ആണ്. ഓക്കെ, അപ്പൊ തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു കൺവേർട്ടിംഗ് ഡിവൈസ് അല്ലെങ്കിൽ നമുക്കൊരു ട്രാൻസ്ഡ്യൂസർ ആണെന്ന് പറയാം അല്ലെ. തെർമോകപ്പിൾ ഇറ്റ് ഈസ് എ ട്രാൻസ്ഡ്യൂസർ ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്? നമ്മുടെ ടെമ്പറേച്ചർ ഡിഫറൻസിനെ ഒരു ഇലക്ട്രിക് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? തെർമോ ഇലക്ട്രിക് എഫക്റ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ടൈപ്പ് ഓഫ് സെൻസർ ആണ്. ആ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ലൊക്കേഷനിൽ ഉണ്ടാകുന്ന ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിനെ സെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചർ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഒരുപാട് പ്ലേസസിൽ നമ്മൾ തെർമോകപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസില്, ഡൊമസ്റ്റിക്കില്, കൊമേഴ്ഷ്യൽ ആൻഡ് സയന്റിഫിക് ആപ്ലിക്കേഷൻസിലൊക്കെ തെർമോകപ്പിൾ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ അതിന്റെ സിംപ്ലിസിറ്റി, നമുക്ക് ഈസി യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഡ്യൂറബിലിറ്റി, കോസ്റ്റ് വൈസ് അത് വളരെ കുറഞ്ഞ വൈസ് ആണ്. വൈഡ് ടെമ്പറേച്ചർ റേഞ്ച് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസിൽ ഈ പറയുന്ന തെർമോകപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ തെർമോകപ്പിളിന്റെ ഒരു ജസ്റ്റ് ഒരു ഫിഗർ ആണ്, നമുക്കൊരു ഇമേജ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് തെർമോ ഇലക്ട്രിക് എഫക്റ്റ് അതല്ലെങ്കിൽ സീബെക്ക് എഫക്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ തെർമോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു ജനറേറ്റിംഗ് ആൻഡ് ഇലക്ട്രിക് വോൾട്ടേജ് ആണ്. അത് എങ്ങനെയായിരിക്കും? ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ്, രണ്ട് മെറ്റൽസ് അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് മെറ്റൽസുകളോ അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് മെറ്റൽ അലോയ്സുകൾ തമ്മിൽ ഉണ്ടാകുന്ന ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഒരു ഇലക്ട്രിക് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റിനെ നമുക്ക് എന്താ പറയാം? തെർമോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഒന്നും കൂടി പറയാം. അതായത് രണ്ട് ഡിഫറെന്റ് മെറ്റലുകൾ അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് മെറ്റൽ അലോയ്സുകൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിനെ സെൻസ് ചെയ്ത് അതിൽ നിന്നും ഇലക്ട്രിക് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് തെർമോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു ഹോട്ട് ജംഗ്ഷനും അല്ലെങ്കിൽ ഒരു ഓപ്പൺ എൻഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ഒരു തെർമോ ഇലക്ട്രിക് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ ഇപ്പൊ പറഞ്ഞ ഒരു തെർമൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വോൾട്ടേജ് നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ നമുക്ക് സീബെക്ക് എഫക്റ്റ് എന്നുള്ള രീതിയിലും കൂടി വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് ഡിഫറെന്റ് ലൊക്കേഷനിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് പ്ലേസസിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇലക്ട്രിക് വോൾട്ടേജിനെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? തെർമോ ഇലക്ട്രിക് എഫക്റ്റ് അതല്ലെങ്കിൽ സീബെക്ക് എഫക്റ്റ് എന്നുള്ള ഒരു പേരിലും കൂടി അറിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ നമുക്കിവിടെ ഫ്രീ ഇലക്ട്രോൺസ്, അതായത് മെറ്റലിൽ ഉണ്ടാകുന്ന ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ് നമുക്ക് ഈ പറയുന്ന തെർമോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ നമ്മൾ ഹീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിന് എന്താണ്? ചൂടാക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താകും? കൈനറ്റിക് എനർജി ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആകും. അപ്പൊ ഈ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആകുമ്പോൾ എന്താകും? അതെന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് വേറൊരു ഡയറക്ഷൻ അല്ലെങ്കിൽ വേറൊരു ജംഗ്ഷനിലേക്ക് മൂവ്മെന്റ് ആകും. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ജംഗ്ഷൻ ആണ്, ഒന്ന് ഹോട്ട് ജംഗ്ഷനും ഒന്ന് കോൾഡ് ജംഗ്ഷനും ആണ്. ഓക്കെ, അപ്പൊ ഈ ഹോട്ട് ജംഗ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെമ്പറേച്ചർ കൂടുന്നത്. ഓക്കെ, ആ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫ്രീ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആവുകയും അതിന്റെ ഫലമായിട്ട് ഈ എനർജി അല്ലെങ്കിൽ ഈ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആയ ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യും? ആ ഒരു കോൾഡർ ജംഗ്ഷനിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാകും രണ്ട് ഇതിലേക്ക് നമ്മൾ ഇലക്ട്രോണുകളുടെ മൂവ്മെന്റ്സ് ആണ് വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ആകും അല്ലെങ്കിൽ അവിടെ ഒരു ആ ഹോട്ട് ജംഗ്ഷനും കോൾഡ് ജംഗ്ഷനും ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയും അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു വോൾട്ട് മീറ്റർ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു മെറ്റലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അതിന്റെ ആ ഒരു എത്രത്തോളം മാഗ്നിറ്റ്യൂഡ്, നമുക്ക് എത്രത്തോളം
വോൾട്ടേജ് നമുക്ക് അവിടെ ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അവിടെ യൂസ് ചെയ്ത രണ്ട് മെറ്റലുകളുടെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ രണ്ട് ജംഗ്ഷനുകൾ തമ്മിലുണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എത്രത്തോളം വോൾട്ടേജ്, എത്രത്തോളം ഇലക്ട്രിക് വോൾട്ടേജ് ആണ് നമുക്ക് അവിടെ ജനറേറ്റ് ആയിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്തിനൊക്കെയാണ് ഈ ഒരു ഇലക്ട്രിക് വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ഓൾസോ ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ജംഗ്ഷൻസ്. ഓക്കെ, ഇതാണ് തെർമോ ഇലക്ട്രിക് എഫക്ട് ഓർ സീബെക്ക് എഫക്ട്. ഓക്കെ, എങ്ങനെയാണ് ഒരു തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഹൗ ഡസ് എ തെർമോകപ്പിൾ വർക്ക് നമുക്ക് നോക്കാം. അപ്പൊ തെർമോകപ്പിളിൽ നമുക്ക് രണ്ട് വയേഴ്സ് ഉണ്ടാകും, രണ്ട് ഡിഫറെന്റ് മെറ്റലുകൾ അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് മെറ്റൽ അലോയികൾ യൂസ് ചെയ്തിട്ട് നിർമ്മിച്ചിരിക്കുന്ന രണ്ട് വയറുകൾ ഉണ്ടാകും. അതിന് നമ്മൾ ജോയിൻ ടുഗെദർ അറ്റ് ബോത്ത് എൻഡ്സ് ടു ഫോം എ ടു ജംഗ്ഷൻസ്. അപ്പൊ രണ്ട് എൻഡുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിനെ രണ്ട് ജംഗ്ഷൻസ് ആയിട്ട് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അതിൽ ഒരു ജംഗ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ഹോട്ട് ഓർ മെഷറിംഗ് ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഹോട്ട് ജംഗ്ഷൻ അതല്ലെങ്കിൽ മെഷറിംഗ് ജംഗ്ഷൻ. അത് നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എവിടെയത്തെ ടെമ്പറേച്ചർ ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, അല്ലെ? നമ്മൾ പറഞ്ഞു ഹോട്ട് ജംഗ്ഷനിൽ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് അവിടുത്തെ കൈനറ്റിക് എനർജി കൂടുന്നത് ആ ഇലക്ട്രോൺസുകളുടെ. അപ്പൊ എവിടെയാണോ നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ടത് ആ പ്ലേസിനെയാണ് അല്ലെങ്കിൽ ആ പ്ലേസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹോട്ട് അല്ലെങ്കിൽ മെഷറിംഗ് ജംഗ്ഷൻ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ജംഗ്ഷനെ നമ്മൾ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് കോൾഡ് ജംഗ്ഷൻ അതല്ലെങ്കിൽ ഒരു റഫറൻസ് ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു റഫറൻസ് ജംഗ്ഷൻ അല്ലെങ്കിൽ കോൾഡ് ജംഗ്ഷൻ യൂഷ്വലി റഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ റഫറൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരു ടെമ്പറേച്ചർ ആയിരിക്കും, അല്ലെ? നമുക്ക് ഒരു നോൺ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു ടെമ്പറേച്ചർ ഉള്ള ആ ഒരു സ്പേസ് ആയിരിക്കണം റഫറൻസ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു നോൺ ടെമ്പറേച്ചർ ആയിരിക്കും. നോർമലായിട്ട് യൂഷ്വലി റൂം ടെമ്പറേച്ചർ ആയിരിക്കും നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ജംഗ്ഷൻ ആണ്, ഒന്ന് കോൾഡ് ജംഗ്ഷനും ഒന്ന് റഫറൻസ് ജംഗ്ഷൻ, കോൾഡ് ജംഗ്ഷൻ ഓർ റഫറൻസ് ജംഗ്ഷൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ഹോട്ട് ജംഗ്ഷൻ അല്ലെങ്കിൽ മെഷറിംഗ് ജംഗ്ഷൻ. ഓക്കെ, ഇപ്പോ നമുക്ക് ഈ രണ്ട് ജംഗ്ഷനുകൾ തമ്മിലുണ്ടാകുന്ന ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ പെട്ടെന്ന് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഇലക്ട്രിക് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ആവുകയും അത് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു തെർമോ ഇലക്ട്രിക് എഫക്ട് കാരണം നമുക്ക് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യുകയും അത് നമുക്കൊരു വോൾട്ടേജ് മീറ്റർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ട് ആ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വോൾട്ടേജ് ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മളൊരു കാലിബ്രേഷൻ ടേബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർമുലാസ് ആ ഒരു വോൾട്ടേജ് ടു ദ ടെമ്പറേച്ചർ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഹോട്ട് ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡിലാണ് ഒരു തെർമോകപ്പിൾ വർക്ക് ആകുന്നത്. അപ്പൊ ഇതിന്റെ അറേഞ്ച്മെന്റ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഹോട്ട് ജംഗ്ഷൻ എന്ന് പറയുന്നത്, ഇത് കോൾഡ് ജംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹോട്ട് ജംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്, അല്ലെ? നമ്മളൊരു ക്യാൻഡിൽ യൂസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഹോട്ട് ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസുകളുടെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആവുകയും ദേ മൂവ്സ് ടുവാർഡ്സ് ദി കോൾഡ് ജംഗ്ഷൻ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ കൈനറ്റിക് എനർജി കൂടിയ ഇലക്ട്രോൺസുകൾ അവിടേക്കും കോൾഡ് ജംഗ്ഷനിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ ഇവിടെ നമുക്ക് എന്താകും, ഈ ഒരു ഹോട്ട് ജംഗ്ഷനിലും കോൾഡ് ജംഗ്ഷനും ബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒബ്റ്റൈൻ ചെയ്യുകയും അത് നമുക്ക് ഈ പറയുന്ന ഒരു മില്ലി വോൾട്ട് മീറ്റർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വോൾട്ടേജ് അല്ലെങ്കിൽ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് ഇവിടെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് തെർമോകപ്പിളിന്റെ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് തെർമോകപ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ട്. ദെൻ വി ആർ മൂവിംഗ് ടു ദി ടൈപ്സ്. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് തെർമോകപ്പിൾസ് എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ, ആപ്ലിക്കേഷൻസ് ഇതൊക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എല്ലാ തെർമോകപ്പിളിലും ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ അതിന്റെ യൂസ് ചെയ്യുന്ന ആ ഒരു കോമ്പിനേഷൻ ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റൽ അലോയ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില പേരുകൾ കൊടുത്തിട്ടുണ്ട് തെർമോകപ്പിളിന്റെ, KJTE, ഇതിനൊക്കെ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സുകളാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതൊന്നും അല്ലാതെ മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടഡ് ടൈപ്പ് തെർമോകപ്പിൾ ഉണ്ട്, then exposed type thermocouple and ungrounded type. There are mainly 3 types of thermocouples. First one is the grounded, second one is the exposed and third one is the ungrounded. Okay, നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So first we are going to discuss about the grounded junction thermocouple. Okay, അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൗണ്ടഡ് ജംഗ്ഷൻ തെർമോകപ്പിളിന്റെ ആ ഒരു ഗ്രൗണ്ടഡ് ജംഗ്ഷൻ പ്രോബ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തെർമോകപ്പിൾസ് എന്ന് പറയുന്നത് ഇതിലേക്ക് ഫിസിക്കലി അറ്റാച്ച്ഡ് ഇൻസൈഡ് ഓഫ് ദ പ്രോബ് വാൾ. അപ്പൊ ആ തെർമോകപ്പിൾ വയേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു പ്രോബ് വാളിന്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഫിസിക്കലി കണക്ട് ചെയ്തിട്ടുണ്ടാവും.
അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗുഡ് ഹീറ്റ് ട്രാൻസ്ഫർ പുറത്തു നിന്നും ഉള്ളിലേക്ക് ആ ഒരു പ്രോബ് വഴി ആ ഒരു തെർമോകപ്പിൾ ജംഗ്ഷനിലേക്ക് നമുക്ക് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഈസി ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനർത്ഥം എന്താണ്, ഈ ഒരു ഗ്രൗണ്ടഡ് തെർമോകപ്പിളിൽ നമുക്ക് ഫാസ്റ്റർ റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നത് അല്ലെ. അൺഗ്രൗണ്ടഡ് തെർമോകപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കണക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ഗ്രൗണ്ടഡ് തെർമോകപ്പിൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഔട്ട്സൈഡ് ഓക്കെ ആ ഒരു തെർമോകപ്പിൾ വയേഴ്സ് ഈ ഒരു പ്രോബുമായിട്ട് നമുക്ക് ഫിസിക്കലി കണക്ട് ആയതുകൊണ്ട് നമുക്ക് ഹീറ്റിനെ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ഉള്ളിലേക്ക് കണക്ട് വിടുന്നതിന് നമുക്ക് സാധിക്കും. ഓക്കെ, സോ ഇറ്റ് ഹാസ് വെരി ഫാസ്റ്റർ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന ഗ്രൗണ്ടഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മെഷർമെന്റ് ഓഫ് സ്റ്റാറ്റിക് ആൻഡ് ഫ്ലോയിങ് കൊറോസീവ് ഗ്യാസ്, അതുപോലെ തന്നെ ലിക്വിഡ് ടെമ്പറേച്ചേഴ്സ് ആൻഡ് ഫോർ ഹൈ പ്രഷർ ആപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് ഈ പറയുന്ന മെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് ദി ഗ്രൗണ്ടഡ് ജംഗ്ഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, the junction of grounded thermocouple എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, welded to the protective shed giving faster response than the ungrounded junction type. നമ്മൾ പറഞ്ഞു അല്ലെ, അൺഗ്രൗണ്ടഡിനേക്കാൾ കൂടുതൽ ഫാസ്റ്റർ റെസ്പോൺസ് ആയിരിക്കും നമുക്ക് ഈ പറയുന്ന ഗ്രൗണ്ടഡ് ജംഗ്ഷൻ തെർമോകപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന ഗ്രൗണ്ടഡ് തെർമോകപ്പിൾ എന്ന് പറയുന്നത് ഹൈലി സസെപ്റ്റബിൾ ടു നോയ്സ് ഇൻഡ്യൂസ്ഡ് ബൈ ദ ഗ്രൗണ്ട് ലൂപ്സ്. അതുകൊണ്ട് നമുക്ക് അക്യുറേറ്റ് റീഡിങ്സ് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം എന്താണ്, നമ്മളിതൊരു ഗ്രൗണ്ടഡ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആ ഗ്രൗണ്ട് ലൂപ്സിൽ എന്തെങ്കിലും നോയ്സസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ തെർമോകപ്പിളിലേക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു അത്ര അക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഈസ് എ ഫാസ്റ്റർ റെസ്പോൺസ് ആണ്, പക്ഷെ നമുക്ക് അക്യുറേറ്റ് വാല്യൂ ആയിരിക്കും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്, അൺഗ്രൗണ്ടഡ് ജംഗ്ഷൻ തെർമോകപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഡിറ്റാച്ച്ഡ് ആയിരിക്കും അല്ലെ, ആ ഒരു പ്രോബോളുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കും നമുക്ക് ഇവിടെ. അപ്പൊ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഗ്രൗണ്ടഡ് സ്റ്റൈലിനേക്കാൾ നമുക്ക് സ്ലോവർ റെസ്പോൺസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആയിരിക്കും. ആ ഒരു ഷെപ്പിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആയിരിക്കും. അത് ഇലക്ട്രിക്കൽ നോയ്സസിനെ എന്തെങ്കിലും നോയ്സസ് വരികയാണെങ്കിൽ അതിൽ നിന്നും പ്രിവെൻഷൻ നമുക്ക് ഈ ഒരു അൺഗ്രൗണ്ടഡ് ജംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, നമുക്ക് ഫിസിക്കൽ കണക്ഷൻ ഒന്നും ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രേറ്റർ ടെമ്പറേച്ചർ മെഷർമെന്റ്, അതായത് വിത്ത് അക്യുറസിയോടെ ലോ ലെവൽ സിഗ്നൽ, വളരെ വെരി ലോ ലെവൽ സിഗ്നൽസ് ആണെങ്കിൽ കൂടെ നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റീഡിങ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ പറയുന്ന അൺഗ്രൗണ്ടഡ് ജംഗ്ഷൻ തെർമോകപ്പിളിന് കാപ്പബിൾ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന അൺഗ്രൗണ്ടഡ് ജംഗ്ഷൻ നമ്മൾ എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോസീവ് എൻവയോൺമെന്റ്സ്. ഓക്കെ, അതായത് നമുക്ക് തെർമോകപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലി ഐസൊലേറ്റഡ് ആണ് അല്ലെ. ആ ഒരു ഇതുമായിട്ട് നമ്മൾ ഇലക്ട്രോണിക്കലി ഐസൊലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് കൊറോസീവ് എൻവയോൺമെന്റ്സിലൊക്കെ നമുക്ക് ഈ പറയുന്ന തെർമോകപ്പിൾസ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് അൺഗ്രൗണ്ടഡ് ജംഗ്ഷൻ തെർമോകപ്പിൾ എന്ന് പറയുന്നത്. The third one എന്ന് പറയുന്നത് എന്താണ്, എക്സ്പോസ്ഡ് ജംഗ്ഷൻ തെർമോകപ്പിൾ. ഓക്കെ, ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ആ ഒരു ടിപ്പ് ഓഫ് ദ ഷെത്ത് എന്ന് പറയുന്നത് എക്സ്പോസ് ചെയ്തിരിക്കുന്ന ആ ഒരു സറൗണ്ടിങ് എൻവയോൺമെന്റിലേക്ക് എക്സ്പോസ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് എക്സ്പോസ്ഡ് ജംഗ്ഷൻ തെർമോകപ്പിൾ എന്ന് പറയുന്നത് ബെസ്റ്റ് റെസ്പോൺസ് ടൈം ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് നോൺ കൊറോസീവ് ആൻഡ് നോൺ പ്രഷറൈസ്ഡ് ആപ്ലിക്കേഷൻസിന് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം അത് എക്സ്പോസ്ഡ് ആണ്, എൻവയോൺമെന്റുമായിട്ട് എക്സ്പോസ്ഡ് ആണ്. അപ്പൊ അതിന്റെ കുറെ ഡ്രോബാക്കുകൾ നമുക്ക് ഈ പറയുന്ന എക്സ്പോസ്ഡ് ജംഗ്ഷൻ തെർമോകപ്പിളിൽ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്കിതാണ് നമുക്ക് വരുന്ന എന്താണ് എക്സ്പോസ്ഡ് ജംഗ്ഷൻ തെർമോകപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് എന്തൊക്കെയായിരിക്കും ഈ പറയുന്ന തെർമോകപ്പിളുകളുടെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ മെയിൻലി കുറേ അഡ്വാൻറ്റേജസുകൾ ഉണ്ട് കമ്പയർ ടു RTD, അതായത് RTD തെർമോകപ്പിൾ, RTD ടെമ്പറേച്ചർ സെൻസർ, ദെൻ തെർമിസ്റ്റർ, ഇൻഫ്രാറെഡ് സെൻസേഴ്സ്, ഇതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസും ആസ് വെൽ as ഡിസഡ്വാൻറ്റേജസും നമുക്ക് ഈ പറയുന്ന തെർമോകപ്പിളിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് വൈഡ് റേഞ്ച് ടെമ്പറേച്ചറിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ടെമ്പറേച്ചറിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന തെർമോകപ്പിൾ പറ്റും. അതായത് ക്രയോജനിക് തൊട്ട് വെരി ഹൈ ടെമ്പറേച്ചർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ തെർമോകപ്പിൾ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ദേ ആർ വെരി സിമ്പിൾ ആണ്, റോബസ്റ്റ് ആൻഡ് റിലയബിൾ ഡിവൈസസ് ആണ് അല്ലെ. നമുക്ക് ആ ഒരു ഹാർഷ് എൻവയോൺമെന്റ്സിലും വൈബ്രേഷൻസിലും ഒക്കെ നമുക്ക് ഈ പറയുന്ന തെർമോകപ്പിൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വളരെ എക്സ്പെൻസീവ്, വളരെ കുറവാണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ ഫാസ്റ്റ് റെസ്പോൺസ് ടൈം ഉണ്ടാകും. ഡൈനാമിക് ടെമ്പറേച്ചർ റേഞ്ചസ് ഒക്കെ നമുക്ക് ഇതിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് എക്സ്റ്റേണൽ പവറോ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ ഒന്നും തന്നെ നമുക്ക് ഈ പറയുന്ന തെർമോകപ്പിളിന് ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് നോക്കുക. നമ്മൾ പറഞ്ഞു അക്യുറസി വളരെ കുറവായിരിക്കും അല്ലെ.
ഗ്രൗണ്ടഡിനൊക്കെ നമുക്ക് അക്യുറസി വളരെ കുറവാണ്. അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി നമുക്കൊരു കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ നമുക്ക് എറേഴ്സ് എന്തെങ്കിലും കൊറോഷൻ കാരണോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ, കണ്ടാമിനേഷൻ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ആ ഒരു എററുകൾ നമുക്ക് ഇവിടെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു റഫറൻസ് ജംഗ്ഷൻ വേണം അല്ലെ, ആ ഒരു ടെമ്പറേച്ചർ അക്യുറേറ്റ് മെഷർമെന്റിന് വേണ്ടി നമുക്കൊരു റഫറൻസ് ജംഗ്ഷൻ നമുക്കിവിടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു നോൺ ലീനിയർ ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കോംപ്ലക്സ് കാലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു കോമ്പൻസേഷൻ ഒക്കെ ആവശ്യമുണ്ട് ഇവിടെ. ഓക്കെ, ഒരു നോൺ ലീനിയർ ഔട്ട്പുട്ട് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കോംപ്ലക്സ് ആണ് നമുക്ക് ആ ഒരു ഫൈനൽ കാലിബ്രേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു തെർമോ ഇലക്ട്രിക് വോൾട്ടേജസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പാരസിറ്റിക് ജംഗ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു തെർമോ അല്ലെങ്കിൽ ഒരു എറർ വോൾട്ടേജ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് സ്റ്റീൽ ആൻഡ് അയൺ ഇൻഡസ്ട്രീസിൽ, ഗ്യാസ് ആപ്ലിയൻസസിൽ, തെർമോപൈൽ റേഡിയേഷൻ സെൻസേഴ്സ്, മാനുഫാക്ചറിംഗ്, പവർ പ്രൊഡക്ഷൻ, പ്രോസസ് പ്ലാന്റ്, തെർമോകപ്പിൾസ് ആൻഡ് വാക്വം ഗേജ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ പറയുന്ന തെർമോകപ്പിൾസിന്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് തെർമോകപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്, തെർമോകപ്പിൾ എന്താണെന്ന് നോക്കി, ആ ഒരു എഫക്ട് അല്ലെ സീബെക്ക് എഫക്ട് അല്ലെങ്കിൽ തെർമോ ഇലക്ട്രിക് എഫക്ട് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ദെൻ എങ്ങനെയാണ് തെർമോകപ്പിളിന്റെ വർക്കിംഗ് എന്ന് നോക്കി. ദെൻ ടൈപ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോകപ്പിൾസ്, ദെൻ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് തെർമോകപ്പിൾ എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.